ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ബീഫ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 1 കിലോ കഴുകി വൃത്തിയാക്കിയ ബീഫ് കുക്കറിലേക്ക് ഇട്ടു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും ചേർക്കുക. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം അത് ഗ്യാസിന്മേൽ വെച്ച് 4-5 വിസിൽ അടിക്കുന്നത് വരെ വേവിക്കുക. ഇനി അത് വേവുമ്പോഴേക്കും അതിലേക്കുള്ള പച്ചക്കറികൾ അരിഞ്ഞു വെക്കാം. സവാള വലുത് 3 എണ്ണം, തക്കാളി 3 എണ്ണം. ഇതൊക്കെ ചെറുതാക്കി അരിഞ്ഞു വെക്കുക. നമ്മളിതിന് 1 പാത്രം അരിയാണ് എടുക്കുന്നത്. ആ അരി നന്നായി കഴുകി വെള്ളം പോവാനായി മാറ്റി വെക്കുക. അപ്പോഴേക്കും ബീഫ് വെന്ത് കഴിഞ്ഞിരുന്നു. ബീഫിൻ്റെ വെള്ളവും ഇറച്ചിയും വേറെ വേറെ ആക്കി വെക്കുക. നമ്മളിതിന് 1 പാത്രം അരിയല്ല എടുത്ത്, അപ്പോൾ 2 പാത്രം വെള്ളം വേണം. ചോറിന് 1.25 പാത്രം വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. 1/4 ഭാഗം ബീഫ് വേവിച്ച വെള്ളമുണ്ട്. ആ വെള്ളം തിളക്കാൻ വേണ്ടി വെക്കുക. ആ വെള്ളം തിളക്കുമ്പോഴേക്കും നമുക്ക് ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാം, അല്ലേ? ചെമ്പട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുത്തു. ഉണക്കമുന്തിരിയാണ്. അത് വറുത്ത് എടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്കായി മാറ്റി വെക്കുക. മുന്തിരി ഫസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ അണ്ടിപ്പരിപ്പ് എടുക്കുന്നത്. അങ്ങനെ നീക്കി കുറച്ച് നേരം അണ്ടിപ്പരിപ്പ് കുറച്ച് നേരം കൂടി ഇതാക്കാൻ വെച്ച്, പിന്നെ ജസ്റ്റ് വെച്ചതിന് ശേഷം അതുമായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി ഇതാക്കി കൊടുത്ത് എണ്ണയിലിട്ടാട്ടോ വറുത്തെടുത്തത്. അങ്ങനെ അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് ഉള്ളി നന്നായി പൊരിച്ച് എടുക്കുക. ഉള്ളി പൊരിഞ്ഞിട്ടാൻ കുറച്ച് സമയമൊക്കെ എടുക്കും. അതുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ അടുപ്പത്ത് വെച്ച് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. കുറച്ച് നേരം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി. പിന്നെ കാലം ഇവിടെ വെച്ച് ഇപ്പോൾ കളറൊക്കെ ആയി വരുന്നുണ്ട്. ബ്രൗൺ കളറാണ് ആവണ്. പിന്നെ കുറച്ച് നേരം കൂടി എന്താക്കാൻ വെച്ചാൽ കുറച്ച് ബ്രൗൺ കളറായി. അതുകൊണ്ട് ഞങ്ങൾ എടുക്കൽ തുടങ്ങി. അരി വറുത്തിട്ടാണ് ചോറ് വെക്കുന്നത്. ഇനി ആ എണ്ണയിലേക്ക് വറുക്കാനുള്ള അരി ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ പട്ട, പൂവ്, ഏലക്കായ് എന്നിവ ഇടുക. നന്നായി വറുത്ത് എടുക്കുക. ഒരു 3-4 മിനിറ്റൊക്കെ വറുക്കാൻ വെക്കണം. അരി വറുത്തതിൻ്റെ സ്മെല്ല് വരുന്നത് വരെ കുറച്ച് വറുത്തെടുക്കണം. നമ്മളിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി യോജിപ്പിക്കണം.
അത് വറന്ന് വന്നതിന് ശേഷം ബീഫ് വേവിച്ച വെള്ളവും നേരത്തെ തിളപ്പിച്ച് വെച്ച വെള്ളവും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. തിളപ്പിച്ച വെള്ളം ഉണ്ടോ നേരത്തെ അതാണ് നമ്മൾ പൊയ്ക്കണേ. പിന്നെ നന്നായി യോജിപ്പിക്കണം. ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. ആവശ്യത്തിനാണ് ഇടേണ്ടി. വെള്ളം നന്നായിട്ട് തിളക്കുന്നത് കണ്ടില്ലേ. നല്ലോണം യോജിപ്പിക്കണം. ഇനി അത് മൂടി വെച്ച് കുറച്ച് നേരം വേവിച്ച് കൊടുക്കുക. കുറച്ച് സമയത്തിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ആ സമയത്ത് അതിലേക്ക് കുറച്ച് മിൽമയുടെ നെയ്യും കൂടി ചേർത്ത് കൊടുത്തു. കൂടെ ഒരു ചെറുനാരങ്ങയുടെ നീരും പിഴിഞ്ഞ് കൊടുത്തു. അതിനുശേഷം വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കിക്കാണ്ടാട്ടോ യോജിപ്പിക്കേണ്ടത്. അതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ നെയ്യില്ലേ കുറച്ചൊക്കെ ആക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും കൂടിയാണ് ആക്കി കൊടുത്തത് നമ്മൾ. അതിന് ശേഷം നമ്മൾ നല്ല ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ അത് മൂടി വെച്ച് ഇനി നമുക്ക് ബീഫിൻ്റെ മസാല ഉണ്ടാക്കാം. ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ശേഷം അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത് എന്നിവ ചേർത്ത് എല്ലാം കുക്കറിലിട്ട് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തു. അതാണ് നമ്മൾ ഈ ചെമ്പട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും അവിടെ നമ്മുടെ ചോറൊക്കെ തയ്യാറായി കഴിഞ്ഞിരുന്നു. വാടിയതിലേക്ക് ചപ്പും പൊതിനും ഇട്ട് കൊടുക്കുക. പിന്നെ അത് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ശേഷം അതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പും
ചേർക്കുക. എന്നിട്ട് പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ ഇളക്കി യോജിപ്പിക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ബീഫ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായി യോജിപ്പിച്ച് കൊടുക്കണം. ഒരു മിനിറ്റൊക്കെ മതി. ഇനി നമുക്ക് അത് ദമ്മിടാം. ഉപ്പൊക്കെ പാകം തന്നെ ഉള്ളതെന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ഞങ്ങളതെല്ലാം പാകത്തിനൊക്കെ തന്നെയാണ്. ശേഷം അതിലേക്ക് ഒരു വാഴയുടെ പീസ് കഷ്ണം വെച്ച് കൊടുത്തു. അങ്ങനെ വാഴയില വെച്ച് കൊടുത്താൽ മസാലയും ചോറുമൊക്കെ വേറെ വേറെ ആയി എടുക്കാൻ പറ്റും. ആ വാഴയുടെ ഒരു ടേസ്റ്റും കൂടി അതിൽ ഉണ്ടാകും. കൂടുതലും മസാല ഒക്കെ പറ്റാത്തവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ചോറില്ലേ, അതിങ്ങനെ ഓരോരോ ഇതാക്കി കണ്ട് അതിലേക്ക് ഇങ്ങനെ ഇട്ട് മിക്സാക്കി ഇങ്ങനെ ഇതാക്കണം. നമ്മൾ കുറച്ച് കുറച്ച് ചെയ്ത് മാറ്റി കൊടുത്തതും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ചോറൊക്കെ ഇട്ടതിന് ശേഷം നേരത്തെ വറുത്ത് വെച്ച അണ്ടി, മുന്തിരി, ഉള്ളി പകുതി അതിലേക്ക് ചേർക്കുക. പിന്നീട് ബാക്കിയുള്ള ചോറും കൂടെ അതിലേക്ക് ഇട്ടു കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള അണ്ടിയും മുന്തിരിയും ഉള്ളിയും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മിൽമ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം നമ്മുടെ ബിരിയാണി ദമ്മിട്ടു. അത് മൂടി ചെമ്പട്ടിയുടെ മൂടിയുടെ മേലെ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുത്താൽ മതി. എന്തെങ്കിലും ഒരു വെയിറ്റ് ആയാൽ മതി. ഞങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുത്തുന്ന ചെറിയ ഉരലാണ് വെച്ച് കൊടുത്തത്. പിന്നെ ഒരു 15 മിനിറ്റിന് ശേഷം നമ്മൾ ദമ്മ് പൊട്ടിച്ചു. പിന്നെ നന്നായി മിക്സാക്കി കൊടുത്തു. ഞങ്ങൾ വാഴൻ്റെ പാത്രത്തിലാക്കിയിട്ടൊക്കെ പാത്രത്തിലാക്കിയിട്ട് കുത്തിയിട്ടൊക്കെയാണ് കേട്ടോ കഴിക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.